ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മെഡ് നോളജ് ആൻഡ് ഇറ്റ്സ് മീ ശ്രുതി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അതുപോലെ തന്നെ ഏറ്റവും അത്ഭുതകരവുമായിട്ടുള്ള ഒരു അവയവമാണ് ഹൃദയം എന്ന് പറയുന്നത്, ദ ഹ്യൂമൻ ഹാർട്ട്. ഈ ഹാർട്ടിനെ പറ്റി നമുക്ക് കുറച്ച് ഫൺ ഫാക്ട്സ് നോക്കിയാലോ? ആദ്യം പറയുന്ന കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരാളുടെ ഹൃദയം അദ്ദേഹത്തിന്റെ മുഷ്ടിയുടെ വലുപ്പമായിരിക്കും ഏകദേശം ഉണ്ടായിരിക്കുക. ഹൃദയം ഒരു ദിവസം എത്ര തവണ മിടിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? 1,15,000 തവണ നമ്മുടെ ഹൃദയം ഒരു ദിവസം മിടിക്കാറുണ്ട്. ദിവസത്തിൽ അനേകം തവണ ഹൃദയഭാരം കൂടുതലാണ് എന്ന് കരയുന്നവരാണ് പല സ്ത്രീകളും. അത് ടെൻഷൻ്റെയും മറ്റ് വിഷമങ്ങളുടെയും കാര്യങ്ങളാണ്. പക്ഷെ ശരിക്കും ഹൃദയഭാരം അഥവാ ഹൃദയത്തിൻ്റെ വെയിറ്റ് 2 ഔൺസ് കൂടുതലുള്ളത് പുരുഷ ഹൃദയത്തിനാണ്, സ്ത്രീകളുടെ ഹൃദയത്തിനെ അപേക്ഷിച്ച്. ലാഫിങ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത് കേട്ടിട്ടുണ്ടാവും അല്ലേ? ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. ഈ ആരോഗ്യം എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം കൂടിയാണ് കേട്ടോ. കാരണം ചിരി നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുകയും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് നമ്മുടെ ഹൃദയത്തിനെ സാരമായി ബാധിക്കാവുന്ന മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ കുറയ്ക്കുവാനും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും ചിരി നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ഹൃദയം നന്നായിരുന്നാൽ നമ്മുടെ ആരോഗ്യവും നന്നായിരിക്കും അല്ലേ? സോ ലാഫിങ് ഈസ് ഗുഡ് ഫോർ യുവർ ഹാർട്ട് ആസ് വെൽ ആസ് യുവർ ഹെൽത്ത്. ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയസ്തംഭനം ആഴ്ചയിൽ 7 ദിവസങ്ങളുണ്ടല്ലേ? ഈ 7 ദിവസത്തിൽ ഒരു ദിവസം ഹൃദയസ്തംഭനം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ദിവസമാണ്. അത് ഏത് ദിവസമായിരിക്കുമെന്ന് ഊഹിക്കാമോ? യെസ്, യു ആർ റൈറ്റ്, മൺഡേ അഥവാ തിങ്കളാഴ്ചയാണ് ഹാർട്ട് അറ്റാക്കുകൾ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ദിവസം. കാരണം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. വർക്കിംഗ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ്സും പിരിമുറുക്കവും ടെൻഷൻസും ഒക്കെ തരുന്ന ഒരു ദിവസമാണ് മൺഡേ. കാരണം വർക്കിംഗ് ഡേയ്സിലെ ഏറ്റവും ആദ്യത്തെ ദിവസമാണ് മൺഡേ അല്ലേ? സോ അതായിരിക്കും ഇതിൻ്റെ റീസൺ. ഇനി ഒരു വർഷം കണക്കാക്കുകയാണെങ്കിൽ ക്രിസ്മസ് ഡേ ആണ് ഹൃദയസ്തംഭനം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഡേ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് പറയട്ടെ. കുതിരയില്ലേ, ഹോഴ്സ്, ഈ കുതിരയുടെ ദേഹത്ത് ഒരാൾ തൊട്ടു എന്നിരിക്കട്ടെ. ആ തൊടുന്ന ആളുടെ ഹൃദയമിടിപ്പിനെ അതേപടി കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ മിമിക് ചെയ്യാനുള്ള കഴിവ് കുതിരയ്ക്കുണ്ട്. അതായത് തൊടുന്ന ആളുടെ ഹൃദയമിടിപ്പും കുതിരയുടെ ഹൃദയമിടിപ്പും ഹാർട്ട് റേറ്റും സെയിം ആയിരിക്കും. ഹൃദയസ്തംഭനം അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ തോന്നാവുന്ന മറ്റൊരു സ്ഥിതിവിശേഷമാണ് ഹാർട്ട് ബ്രോക്ക് അഥവാ ഹൃദയം തകരുന്ന അവസ്ഥ. നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള വിഷമമോ സങ്കടമോ ഒക്കെ തോന്നുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഹാർട്ട് ബ്രോക്ക്. ഇത് ഹാർട്ട് അറ്റാക്കിനെ പോലെ തന്നെ നെഞ്ചുവേദനയും അതുപോലെ തന്നെ ശ്വാസതടസ്സവും ഒക്കെ തോന്നാം. എന്നാൽ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ മാറും. പക്ഷേ ഹൃദയസ്തംഭനമോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കോ ആണെങ്കിൽ റെസ്റ്റ് ചെയ്താലും മാറില്ല. മറ്റൊരു അതിശയകരമായ കാര്യം പറയട്ടെ. നമ്മുടെ മനുഷ്യർ നിർമ്മിച്ചിട്ടുള്ള അനേകം മെഷീൻസിനേക്കാൾ വളരെ പ്രവർത്തനശേഷിയുള്ള ഒരു അവയവം തന്നെയാണ് ഹൃദയം എന്ന് പറയുന്നത്. കാരണം പ്രതിദിനം 2000 ഗാലൺ അഥവാ 7570.8 ലിറ്റർ വരെ ബ്ലഡ് ഒരു ദിവസം പമ്പ് ചെയ്യാൻ ഹൃദയത്തിന് സാധിക്കുന്നു. അതും ഒരു തവണ പോലും റെസ്റ്റ് എടുക്കാതെ. പക്ഷേ ഇനി റെസ്റ്റ് എടുക്കാൻ തോന്നിയാലോ? മനുഷ്യരുടെ കാര്യം റെസ്റ്റ് ഇൻ പീസിലാവും. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ടയർലെസ്ലി നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഹാർട്ടിനെ പറ്റിയാണ്. സോ ഫോർ മോർ സച്ച് ഇൻഫോർമേറ്റീവ് വീഡിയോസ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ മെഡ് നോളജ് ആൻഡ് click the bell icon, like, comment and share. Thank you for watching. This is me Shruti signing off.